നമ്മുടെ ദൈവം ഫോഷ്ക്ക് പറയാത്തവനാണ്. ചെറുതും വലുതുമായി ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഒന്നും മാറിപ്പോകത്തില്ല. ഫോഷ്ക്ക് പറയുന്നവരായിരിക്കാം മനുഷ്യർ, അത് അവൻ്റെ സ്വഭാവമായിരിക്കാം, മനുഷ്യ സഹജമായിരിക്കാം. ഇന്നലെ പറഞ്ഞ പല വാക്കുകൾ നാളെ പറഞ്ഞില്ലെന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ ആത്യന്തിക സ്വഭാവം അവിടുന്ന് സത്യം മാത്രം പറയുന്നവനാണ്. സത്യം പറയുകയും വാഗ്ദാനങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം. എത്രയോ വാഗ്ദാനങ്ങൾ മനുഷ്യർ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഒക്കെ പൊയ്മുഖങ്ങളായി മാറിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുക, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഏത് അവസ്ഥകളും, ഏത് കാലാവസ്ഥയിലും, ഏത് പ്രതികൂല അവസ്ഥയിലും ഉറപ്പിച്ച് നിർത്തുമാറാക്കുന്നതാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. സംഖ്യാപുസ്തകം 23:19 ഇങ്ങനെ പറയുന്നു: വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? സംഖ്യാപുസ്തകം 23:19 ഇവിടെ ഞാൻ വായിച്ചത്. ദൈവത്തിൻ്റെ ആത്യന്തിക സ്വഭാവങ്ങൾ ഒന്നാണ്, അവൻ സത്യവാനാണ്. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനം 1:2 പറയുന്നു, ഫോഷ്ക്ക് പറയാത്ത ദൈവം. എബ്രായ ലേഖനം 6:18 പറയുന്നു, ദൈവം ഫോഷ്ക്ക് പറയുന്നത് അസാധ്യമെന്ന്. മനുഷ്യർ ഒരുപക്ഷെ വാക്ക് മാറ്റി പറയാം, പക്ഷേ ദൈവത്തിന് ഒരിക്കലും വാക്ക് മാറ്റി പറയാൻ കഴിയില്ല. യോശുവയുടെ പുസ്തകം 21:45 ഇങ്ങനെ പറയുന്നു, അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവർത്തിക്കുന്നവനാണ്. യഹോവ അരുളി ചെയ്തത് നല്ല കാര്യങ്ങൾ, നല്ല വാഗ്ദാനങ്ങൾ ഒന്നും മുടങ്ങിപ്പോയില്ല. അതെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തോടോ തലമുറയോടോ ദൈവം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ചെറുതും വലുതുമായ വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് നിവർത്തിപ്പാൻ ശക്തനാണ്. യെശയ്യാ പ്രവാചകൻ പുസ്തകം 55:11 പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ മടങ്ങി വരികയില്ല, അത് ഇഷ്ടമുള്ള അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരികയുള്ളൂ. അതേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ തന്നെ അതേ ഫോഷ്കില്ലാത്ത ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. അവൻ ഫോഷ്ക്ക് പറയില്ല. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഫോഷ്കില്ലാത്ത ദൈവം അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. മനുഷ്യൻ മാറിപ്പോകും, സകലരും മാറിപ്പോകും, എന്നാൽ മാറ്റമില്ലാത്ത ദൈവം അവിടുന്നാണല്ലോ. അവിടുത്തെ അടിസ്ഥാന നീതിയിൽ വിശ്വസ്തതയിൽ നിൽക്കുന്നതാകയാൽ ആ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറയപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുന്ന് തിരുവായ് മൊഴിയാൽ അരുളി ചെയ്യുകയും തിക്കയ്യാൻ നിവർത്തിക്കുന്ന ദൈവമാണല്ലോ. ആ ദൈവവചനത്തിൻപിൽ ഉറ്റിരിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തും. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പ്രഭാതമായി തീരട്ടെ. ഈ ആഴ്ചവട്ടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. നിന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം മാറ്റി പറയുന്നവനല്ല, അവിടുന്ന് ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ഗോഡ് ബ്ലസ് യു ഓൾ.